എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യത്തിന്റെ പ്രകൃതിയുടെ നിയമങ്ങളും അതിന്റെ പ്രതിഭാസങ്ങളും പറഞ്ഞു വരുന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ലോ ഓഫ് ഡ്യുവൽ എഫക്ട് എന്നുള്ളതാണ്. ദ്വന്ദ്വഫല നിയമം. ഒരേ പ്രക്രിയ തന്നെ ശരീരത്തിൽ അല്ലെങ്കിൽ ജീവ സംവിധാനത്തിൽ രണ്ടു തരം റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി, അത് സീക്വൻഷ്യൽ ആയിട്ടാണ്, കാലാനുബന്ധിതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്. ദ ലോ ഓഫ് ഡ്യുവൽ എഫക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് സ്റ്റിമുലേഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഫാറ്റിഗ്. ദ്വന്ദ്വഫല നിയമവും പ്രതിഭാസങ്ങളും. ഓരോ ഉത്തേജന പദാർത്ഥവും ജീവനുള്ള ശരീരത്തിൽ ആദ്യം ഉത്തേജനവും തുടർന്ന് തത്തുല്യമായ തളർച്ചയും ആകുന്ന വിപരീതമായ രണ്ട് ഫലങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ജീവന്റെ ദ്വന്ദ്വഫല നിയമം. ഈ നിയമപ്രകാരം ആദ്യത്തെ ഫലം ആവേശം, ആനന്ദം അല്ലെങ്കിൽ വർദ്ധിച്ച ഊർജം എന്നിവയാണ്. എന്നാൽ രണ്ടാമത്തെ ഫലം ക്ഷീണം, ബലഹീനത അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവയാണ്. പരസ്പര വിരുദ്ധത, പരിഹാരം, സന്തുലിതാവസ്ഥ തേടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. മദ്യം, മരുന്നുകൾ, ഉത്തേജക വസ്തുക്കൾ എന്നിവ താൽക്കാലികമായി ഒരു ഉന്മേഷം നൽകുകയും അതിനു പിറകെ അമിതമായ തളർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആവർത്തിച്ചുള്ള ഉത്തേജനം തളർച്ചയുടെ ഘട്ടത്തെ കൂടുതൽ ആഴമുള്ളതാക്കുകയും ആനന്ദം അസ്വസ്ഥതയായി മാറുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ശക്തിക്ക് പിന്നാലെ ബലഹീനതയും ആവേശത്തിന് പിന്നാലെ ഉറക്കവും കൃത്രിമമായ ശാന്തതയ്ക്കു പിന്നാലെ പ്രകോപനവും വരുന്നു. ഈ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഉത്തേജക വസ്തു കൊണ്ടല്ല, മറിച്ച് അതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം കൊണ്ടാണ്. ഈ ഇരട്ട പ്രതികരണത്തിലൂടെ ശരീരം ദീർഘനേരത്തെ ഉത്തേജനത്തിൽ നിന്നും സ്വയം സംരക്ഷിക്കുകയും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ജീവന്റെ എല്ലാ നിയമങ്ങളും പ്രവർത്തിക്കുന്നത് ജീവനെ സുസ്ഥിരമാക്കി നിലനിർത്താൻ വേണ്ടിയാണ്. ജീവനെ ജീവനുള്ളതാക്കി തന്നെ നിലനിർത്തണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ജീവന്റെ ഈ നിയമങ്ങൾക്കും അവയുടെ പ്രതിഭാസങ്ങൾക്കും എല്ലാം തന്നെ കാരണം. അപ്പോ ആ ജീവനെ സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് പലതരത്തിലും ജീവശക്തിയെ, ജീവചൈതന്യത്തെ സ്റ്റോർ ചെയ്യുന്നത്, അതിൽ വ്യയം ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ഒരു എക്കണോമിക്കൽ ബാലൻസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ജീവൻ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ നിയമങ്ങളും. അതില് ജീവനെ നമുക്ക് അവൈലബിൾ ആയി ഫീൽ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ മാർഗമാണ് ഈ ഉത്തേജകങ്ങൾ എന്ന് പറയുന്നത്. ചായ ആണെങ്കിലും ശരി, ചായ, കാപ്പി, അല്ലെങ്കിൽ എന്തിനും ഇപ്പൊ നമ്മുടെ ചോറ് വരെ, അല്ലെങ്കിൽ മദ്യമോ മറ്റ് മയക്കുമരുന്നുകളോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഉത്തേജനം തരുന്നത് എന്തും. നമ്മളിപ്പോ കുറെ യാത്ര ചെയ്ത് തളർന്നിരിക്കാൻ ഒരു കട്ടൻ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആവും. അപ്പൊ ഇത്തരം ഉത്തേജകങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവനെ നമുക്ക് അവൈലബിൾ ആണെന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ തനിക്കത് ഫീൽ ചെയ്യണമെങ്കിൽ, തന്റെ ജീവൻ തനിക്ക് അവൈലബിൾ ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ചലനം ആവശ്യമാണ്. ആ ചലനം നമുക്ക് ഫീൽ ചെയ്യാൻ, എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാനാണ് നമ്മൾ ഉത്തേജകങ്ങൾ, സ്റ്റിമുലൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏത് ഉത്തേജക പദാർത്ഥം അകത്തേക്ക് ചെല്ലുമ്പോഴും അത് ശരീരവ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ലാത്തത് കൊണ്ട് ശരീരം അതിന്റെ ജീവചൈതന്യത്തെ സടകുടഞ്ഞെഴുന്നേൽപ്പിച്ച് ഇതിനോട് പ്രതികരിപ്പിക്കും. ഈ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമാണ് ജീവന്റെ ശക്തിയായിട്ട്, ജീവന്റെ ആ ഒരു ഉത്തേജനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഇവിടെ പ്രവർത്തിക്കുന്നത് ജീവന്റെ ശക്തിയാണ്. ജീവൻ ഈ ഒരു അനുചിത വസ്തുവിനോടുള്ള ശക്തമായ പ്രതികരണം പ്രകടിപ്പിക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഈ ഉത്തേജനം ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉത്തേജക വസ്തു അകത്തേക്ക് ചെല്ലുമ്പോൾ ശരീരം നിന്ന് നിപ്പിൽ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യ ഫലം. അവിടെ കൊണ്ട് തീരില്ല എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇതിന്റെ രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഊർജം ഉയർന്ന തോതിൽ ചെലവാക്കിയിട്ടുള്ളത് കൊണ്ട് ആ ഊർജം തിരിച്ചു പിടിക്കുന്നത് വഴി ഈ ഊർജത്തെ റീസ്റ്റോർ ചെയ്യും. തിരിച്ചു പിടിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നടക്കുന്നത്? ആദ്യം ഒരു സർജായിട്ടാണ്, വളരെ പെട്ടെന്ന് ചാടിക്കൊണ്ടാണ് ഈ ഊർജ പ്രസരണം ആദ്യം നടത്തുന്നത്, അല്ലെങ്കിൽ ഉത്തേജനം നടത്തുന്നത്. അപ്പോൾ എക്സ്പെൻഡ് ചെയ്യപ്പെട്ട ഊർജത്തെ, ജീവചൈതന്യത്തെ തിരിച്ചു പിടിക്കാനായിട്ട്
ഉയർന്ന തോതിലുള്ള തളർച്ച പ്രദാനം ചെയ്തുകൊണ്ടാണ് ശരീരം അവസരമൊരുക്കുക. നമുക്കറിയാം ജീവചൈതന്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫെസിലിറ്റി, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ യൂണിറ്റ് ഓഫ് എനർജി, അല്ലെ? വെറും ഊർജമല്ല, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതല്ല. ഈ പൊട്ടൻഷ്യാലിറ്റി കണ്ടക്ട് ചെയ്യാനും അത് ആക്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഫെസിലിറ്റിയാണ് ജീവചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവചൈതന്യത്തെ നമ്മൾ നിന്നിപ്പിൽ എക്സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഊർജ വ്യയം മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്, അതോടൊപ്പം ഈ ഫെസിലിറ്റിയിൽ ഉണ്ടാവുന്ന അഴിച്ചുപടി കൂടിയാണ്. പ്രത്യേകിച്ചും ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മസിൽസിന് മൈറ്റോകോൺട്രിയയ്ക്ക് വരെ അതിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ, അപചയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നത് കൊണ്ട് ആ ഡാമേജ് നിവർത്തിക്കുക എന്നുള്ളതും ജീവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ മെക്കാനിസം അവിടെ വർക്ക് ചെയ്യും. ആ സ്പെഷ്യൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് എന്താണ്? ആദ്യമേ ഉണ്ടാവുന്നത് തളർച്ചയാണ്. കാരണം വെളിയിലെ കർമ്മേന്ദ്രിയങ്ങളിലേക്കുള്ള ഊർജത്തെ പിൻവലിച്ചുകൊണ്ട് ജീവചൈതന്യത്തെ അവിടെ നിലനിർത്താനുള്ള ഒരു പ്രവർത്തനം അവിടെ ചെയ്യേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ശരീരം അതുവരെ പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളും എല്ലാ എഫക്റ്റുകളെയും തിരിച്ചു വലിക്കും കേട്ടോ. അപ്പോ ആദ്യം ഉത്തേജനം ഉണ്ടാകുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവും, അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവും, അതല്ലെങ്കിൽ വർദ്ധിച്ച ഊർജം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് കുറെ കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ ബലഹീനത ഉണ്ടാവും, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കുറയലുണ്ടാവും. അപ്പോ ഇവിടെ ശരിക്കും രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള അവസ്ഥകളാണ് ഉണ്ടാവുന്നത്. ഒന്ന് ആവേശമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. ഈ രീതിയിൽ എന്താണോ അവിടെ ഉത്തേജനത്തിനായിട്ട് ശരീരം വെളിപ്പെടുത്തിയത് അതിന്റെ നേരെ എതിർ ദിശയിലുള്ള ഒന്നാണ് ഇപ്പുറത്ത് ഉണ്ടാകുന്നത്. അപ്പോ ഈ പരസ്പര വിരുദ്ധത എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് ഈ ഡ്യുവൽ എഫക്റ്റ് എന്നുള്ള ആ നിയമത്തിന്റെ ഒരു പ്രതിഭാസമാണ്. മറ്റൊന്ന് പരിഹാരം എന്നുള്ളതാണ്. ഒന്നിന് ഒരു അപജയം ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ അതിനുള്ള കോമ്പൻസേഷൻ എന്നുള്ള പ്രക്രിയ അവിടെ പ്രോസസ്സ് ചെയ്യുന്നു. ഇത് മറ്റൊരു പ്രതിഭാസമാണ്. പിന്നെ എവിടെയാണോ ബാലൻസ്ഡ് ആവേണ്ടത്, എത്രത്തോളമാണോ ബാലൻസ് ആവേണ്ടത്, ഏത് സമയത്താണോ ബാലൻസ്ഡ് ആവേണ്ടത്, ആ സമയത്തേക്ക് സന്തുലിതാവസ്ഥ, ആ ബാലൻസിലേക്കുള്ള പ്രയാണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സാധാരണ നമുക്ക് ഈ നിയമം പ്രകടമായിട്ട് കാണുന്ന മദ്യം, മരുന്നുകൾ, ഉത്തേജക വസ്തുക്കൾ എന്നിവ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ്. ഉപയോഗിക്കുമ്പോൾ ഉടനെ തന്നെ നമുക്ക് അത് ഉന്മേഷം നൽകും, അതിനുശേഷം തുടർന്ന് തളർച്ചയുണ്ടാവും. ഈ ആവർത്തിച്ചിട്ടുള്ള ഉത്തേജനം തളർച്ചയുടെ ഘട്ടത്തെ കൂടുതൽ ആഴമുള്ളതാക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരന്തരമായിട്ട് ചായ കുടിച്ചാൽ, നിരന്തരമായിട്ട് മദ്യപിച്ചാൽ, നിരന്തരമായിട്ട് മരുന്നുകൾ ഉപയോഗിച്ചാൽ, ഉത്തേജക വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് ആനന്ദം ഉണ്ടാക്കി ഇങ്ങനെ വരും. നമുക്ക് ആ സ്റ്റിമുലേഷൻ കിട്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഈ കിട്ടലൊരു പണിയാവും. പിന്നെ ബലഹീനതയാണ് തുടർച്ചയായിട്ട്. കാരണം ഈ ഉത്തേജനം വന്നു കഴിഞ്ഞാൽ ശരീരം എക്സൈറ്റഡ് ആവുന്നു, അതിനുശേഷം പിന്നെ അത് റീകൂപ്പ് ചെയ്യേണ്ടതുണ്ടല്ലോ. പക്ഷെ വീണ്ടും നമ്മൾ ഉത്തേജനങ്ങൾ കൊടുക്കുന്നു. അപ്പോ ഈ ക്ഷീണത്തിനുള്ള സാധ്യത അവിടെ അക്യുമുലേറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കുറെ കഴിയുന്ന സമയത്ത് ക്ഷീണം മാത്രം ബാക്കി എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ ശരീരം വരും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ തളർന്നു പോവുക എന്നുള്ളൊരവസ്ഥ വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ ചോറുണ്ണാതെ ഇരുന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള തളർച്ച വരും. അത്തരം തളർച്ച വരുന്നതിന്റെ പുറകിലെ മെക്കാനിസം ഇതാണ്. അപ്പോ ഈ ഘട്ടത്തിൽ ശക്തിക്ക് പിന്നാലെ ബലഹീനതയും, ആവേശത്തിന്റെ പിന്നാലെ ഉറക്കവും, കൃത്യമായ ശാന്തതയ്ക്ക് പിന്നാലെ പ്രകോപനവും ആണ് വരിക. ഇപ്പൊ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ വളരെ കാം പൊസിഷനിലാണെന്ന്. പക്ഷെ ഭക്ഷണം കിട്ടാത്ത ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാൽ വിശപ്പുള്ള ആളുകളെ നല്ല ഞാൻ പറഞ്ഞത്, ഭക്ഷണം കിട്ടാത്ത ആളുകളെ. വിശപ്പുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വളരെ കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോവുക. കാരണം ഏറ്റവും കാമായിട്ടുള്ള സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് ഉപവാസത്തിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കാമായിരിക്കുകയാണ് ചെയ്യുക. അതേസമയം ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് അവരെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ പ്രകോപനം ഉണ്ടാവുകയാണ്, ടർബുലൻസ് കൂടുകയാണ് ചെയ്യുക. ഈ ടർബുലന്റ് സ്റ്റേറ്റിൽ നിന്നിട്ടാണ് അവർ ലോകത്തെ കാണുക, അവരുടെ ശരീരത്തെ കാണുക. അപ്പോ
എന്താണെങ്കിലും ഈ വിധത്തിലുള്ള ഡ്യുവൽ എഫക്റ്റ് എന്നുള്ളത് ശരീരത്തിന്റെ പ്രവർത്തനമാണ്. അതൊരിക്കലും ആ കഴിക്കുന്ന വസ്തുവിന്റെ ഉത്തേജക വസ്തുവിന്റെ പ്രവർത്തനമല്ല, ശരീരത്തിന്റെ പ്രവർത്തനമാണ്. ഇത്തരം ഇരട്ട പ്രതികരണത്തിലൂടെ ശരീരം ദീർഘനേരത്തെ ഉത്തേജനത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കുന്ന ഉത്തേജകങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഉത്തേജകത്തോട് പ്രതികരിക്കുന്ന സമയത്ത് ശരീരത്തിന് ഉണ്ടാകുന്ന ഡാമേജ്, ആ ഡാമേജിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തളർച്ച നൽകി ശരീരത്തെ അവിടുത്തെ റെസ്റ്റ് എടുപ്പിച്ച് ഇത് റീകൂപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ഇതിനൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ദ ലോ ഓഫ് ഡ്യുവൽ എഫക്ട് അല്ലെങ്കിൽ ദ്വന്ദ്വഫല നിയമം എന്ന് പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. നമ്മൾ കഴിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾക്ക് നമുക്ക് ഈ ഊർജ്ജസ്വലത തരാൻ കഴിയുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനും അതിനുശേഷം വരുന്ന ക്ഷീണത്തെ വിലയിരുത്താനും അതുവഴി നമ്മുടെ സംശുദ്ധമായ ഭക്ഷണം ഏത് എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഇതിനെ എടുക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാമാണ് ഈ വിധത്തില് ദ്വന്ദ്വഫലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. അതിനനുസരിച്ച് ശരീരത്തെയും ജീവിതത്തെയും ക്രമപ്പെടുത്തുക. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പുതിയ നിയമങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.